റോസാപ്പൂ ബൊക്കെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുമാത്രം സാധനം ഉണ്ടാക്കാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനായിട്ട് കുറച്ച് വാഴല ആവശ്യമുണ്ട്. നമ്മളിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. വാഴല കൊണ്ടാണ് നമ്മളിന്ന് റോസാപ്പൂ ഉണ്ടാക്കുന്നത്. റോസാപ്പൂൻ്റെ ഒരു ബൊക്ക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വേണം നോക്കാം. അതിനായിട്ട് നമ്മൾ കാട്ടിലെവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു നല്ല അടിപൊളി കൊമ്പൊക്കെ ഓടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല മദ്രാസി മുല്ല കാണാൻ കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൊമ്പാണ് എടുക്കുന്നത്. എല്ലാം ഇപ്പോൾ ഏതാ കൊമ്പ് എടുക്കുക? ഗൈസ്, കൊമ്പ് കിട്ടി. അപ്പോൾ ഈ കൊമ്പിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു റോസാപ്പൂ ബൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറുതുണ്ടാക്കാനായിട്ട് അത് നമുക്കൊരു ആദ്യത്തെ ഉണ്ടാക്കാം. ഇങ്ങനെ മടക്കുക, ചുറ്റി കൊടുക്കുക, ഒന്നുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. വാഴ പുതർത്തിട്ടതിന് ശേഷം മുറിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് മുന്നേ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വഴിക്കും പോവാം. അപ്പോൾ നമ്മൾ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ്. ബൊക്കേൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. അതിന് കുറച്ച് കളറൊക്കെ അടിച്ചിട്ട് നമുക്ക് മെന വെട്ടിയെടുക്കാം. കണ്ടോ, എന്താ ഭംഗിയില്ലേ. അപ്പം അതിനായിട്ട് ആദ്യം റെഡ് കളർ എടുക്കാം. കുറച്ച് പെയിൻ്റ് എടുക്കാം. ട്രേ ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് അലങ്കോലൊക്കെ ആയിട്ടുള്ളതാണ്. കുറച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം. വെള്ളം ചേർക്കുന്നത് കുറച്ച് ലൂസായിട്ട് അടിക്കുമ്പോൾ നല്ല രസമുണ്ടാകുന്നതാണ്. റോസാപ്പൂ എടുക്കാം. കണ്ടോ, അല്ല കാണില്ല. കുറച്ച് പൊക്കി പിടിക്ക്. ബാക്കിലൊക്കെ അടിച്ചെടുക്കാം. അങ്ങനെയൊക്കെ വരുന്ന നമുക്ക് കുറച്ച് ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കല്ലേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അടിപൊളി റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് എങ്ങനെ വേണേൽ ഇതാക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ കളർ അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ബോയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആൻഡ് ഇത് ആക്കി വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ്.